അസ്മാഉൽ ഹുസ്ന, അള്ളാഹുവിൻ്റെ 99 പേരുകൾ. വിശുദ്ധമായ ഖുർആൻ പറയുന്നു, ഈ പേരുകൾ പറഞ്ഞിട്ട് നിങ്ങൾ ദുആ ചെയ്യുക. വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദ്ഉഹു ബിഹാ. വിശുദ്ധമായ ഖുർആൻ പറയുന്നു, ഈ പേരുകൾ പറഞ്ഞിട്ട് നിങ്ങൾ ദുആ ചെയ്യുക. എന്തുകൊണ്ടാണ് വിശുദ്ധമായ ഖുർആനിൽ അള്ളാഹു അങ്ങനെ പറഞ്ഞത്? അള്ളാഹുവിൻ്റെ പേരുകൾ പറഞ്ഞിട്ട് ദുആ ചെയ്താൽ എന്താണ് നമുക്ക് നേട്ടം? നമുക്കൊന്ന് പരിശോധിക്കാം. അള്ളാഹുവിൻ്റെ ഈ 99 പേരുകൾ നമുക്ക് പഠിച്ചാൽ എന്താണ് ഗുണം? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബിമാർക്ക് പഠിപ്പിച്ചു കൊടുത്ത ഒരു ഹദീസുണ്ട്. ആ ഹദീസിൽ പറയുന്ന ഒരു കാര്യം, അത് കേട്ടാൽ മസ്റ്റായും നമ്മൾ മനഃപ്പാഠമാക്കിയിരിക്കും ഈ 99 പേരുകൾ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ഹദീസിൽ പറഞ്ഞ അത്ഭുതപ്പെടുത്തുന്ന കാര്യം എന്താണ്? അസ്മാഉൽ ഹുസ്ന പഠിച്ചാൽ കിട്ടുന്ന നേട്ടം എന്താണ്? അസ്മാഉൽ ഹുസ്ന ഒരു മനുഷ്യൻ അവൻ മനഃപ്പാഠമാക്കുകയും അത് എല്ലാ ദിവസവും ഇങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കുകയും ചെയ്താൽ, അവൻ സുബഹി നമസ്കാരത്തിന് ശേഷം 10 പ്രാവശ്യം ഓരോ പേരും 10 പ്രാവശ്യം വെച്ച് പറഞ്ഞാൽ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു, ബിസ്മില്ലാ വൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. ഏറ്റവും സ്നേഹ ബഹുമാനം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുള്ള ഹലാലായ മുറാദുകൾ അല്ലാഹു ഹാസിലാക്കുമാറാവട്ടെ. എല്ലാവിധത്തിലുള്ള രോഗങ്ങൾക്കും അല്ലാഹു ശിഫാ നൽകുമാറാവട്ടെ. എല്ലാവിധത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങളെ തൊട്ടും അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത് അസ്മാഉൽ ഹുസ്ന എന്ന ആ അള്ളാഹുവിൻ്റെ 99 പേരുകളെ പറ്റിയാണ്. വിശുദ്ധമായ ഖുർആനിൽ അള്ളാഹു പറയുന്നുണ്ട്, വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദ്ഉഹു ബിഹാ. നിശ്ചയമായും അള്ളാഹുവിന് ധാരാളം നല്ല പേരുകളുണ്ട്. അസ്മാ എന്ന് പറഞ്ഞാൽ പേരുകൾ, ഹുസ്ന എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ലത്. അസ്മാഉൽ ഹുസ്ന, ഏറ്റവും നല്ല പേരുകൾ അള്ളാഹുവിന് ഉണ്ട്. ഫദ്ഉഹു ബിഹാ, ആ നല്ല പേരുകൾ പറഞ്ഞിട്ട് നിങ്ങൾ ദുആ ചെയ്യുക എന്ന് വിശുദ്ധമായ ഖുർആനിൽ അള്ളാഹു തആല പറയുകയാണ്. ഇവിടെ ഈ ഖുർആൻ ആയത്തുമായി ബന്ധപ്പെട്ട് നമ്മൾ നോക്കുമ്പോൾ വിശുദ്ധമായ ബുഖാരിയിലും മുസ്ലിമിലും ഉള്ള ഒരു ഹദീസുണ്ട്. മുത്തഫഖുൻ അലൈഹിയായ ഒരു ഹദീസിൽ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഇന്ന ലില്ലാഹി തആല 99 ഇസ്മ. നിശ്ചയമായും അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് 99 പേരുകളുണ്ട്. മൻ ഹഫിളഹ, ഏതെങ്കിലും ഒരു മനുഷ്യൻ അത് മനഃപ്പാഠമാക്കിയാൽ, മറ്റൊരു റിവായത്തിൽ കാണാം മൻ അഹ്സ്വാഹ, അതവൻ പറഞ്ഞാൽ, ക്ലിപ്തമാക്കിയാൽ. ഇങ്ങനെ ക്ലിപ്തമാക്കണമെങ്കിൽ അത് മനഃപ്പാഠമാക്കണം, അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം. അപ്പോൾ ഒരാൾ ഈ ഒരു 99 പേരുകൾ മനഃപ്പാഠമാക്കി അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ ദഖലൽ ജന്ന, അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വർഗത്തിൽ കടക്കും, സ്വർഗത്തിൽ കടന്നേക്കാം, സ്വർഗത്തിൽ കടക്കുമായിരിക്കും എന്നൊന്നുമല്ല നബി തങ്ങൾ പറഞ്ഞത്. ദഖലൽ ജന്ന, അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്നാണ്. എന്താ ചെയ്യേണ്ടത്? ഈ അസ്മാഉൽ ഹുസ്ന, അള്ളാഹുവിൻ്റെ 99 പേരുകൾ മനഃപ്പാഠമാക്കിയിട്ട് നല്ല രൂപത്തിൽ അതിങ്ങനെ പാരായണം ചെയ്തുകൊണ്ടിരിക്കുക. എല്ലാ ദിവസവും അതിങ്ങനെ പറയുക, കഴിയുന്നത് പോലെ. എത്ര വലിയ ശ്രേഷ്ഠതയാണ്! നമുക്കൊക്കെ പല ഉമ്മമാർക്കും, ഈ ശബ്ദം കേൾക്കുന്ന ഉമ്മമാർക്ക്, ഉപ്പമാർക്ക്, ഏകദേശം ഭൂരിഭാഗം ആളുകൾക്കും ഇതും അറിയാമായിരിക്കും. നമ്മൾ അസ്മാഉൽ ഹുസ്ന എന്ന് പറയും, അല്ലെങ്കിൽ നൂറുൽ ഈമാൻ എന്ന് പറയും. ചില ഉമ്മമാർ അങ്ങനെയാണ്, നൂറുൽ ഈമാൻ അല്ലെങ്കിൽ അസ്മാഉൽ ഹുസ്ന, എന്താവട്ടെ. അപ്പോൾ ഈ പേരുകൾ അള്ളാഹുവിന് 99 പേരുകളല്ല ഉള്ളത്, 1000ഓളം പേരുകളുണ്ടെന്നാണ്. അതായത് ഒരാളുടെ ദറജ ഉയരുന്നത്, ഒരാളുടെ മഹത്വം വർദ്ധിക്കുന്നത് അയാളുടെ പേരുകൾ അധികരിക്കുമ്പോഴാണ്. പേരുകൾ ഒരുപാട് അധികരിക്കുമ്പോൾ, നല്ല പേരുകൾ ഒരുപാട് അധികരിക്കുമ്പോൾ അയാളുടെ മഹത്വം വർദ്ധിക്കുകയാണെന്ന് ഉലമാക്കൾ എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് മാത്രമല്ല പേര്, ഒരുപാട് പേരുകളുണ്ട്. അഹ്മദ് എന്നുള്ളത് നബി തങ്ങളുടെ പേരാണ്. അതുപോലെ യാസീൻ എന്നത് നബി തങ്ങളുടെ പേരാണ്. ത്വാഹ എന്നുള്ളത് നബി തങ്ങളുടെ പേരാണ്. ഇങ്ങനെ ഖുർആൻ എടുത്തു നോക്കിയാൽ തന്നെ ഒരുപാട് പേരുകളുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക്. അതല്ലാതെ ഒരുപാട് പേരുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുണ്ട്. അപ്പോൾ പേരുകൾ വർദ്ധിക്കുക എന്നുള്ളത് ഒരാളുടെ മഹത്വത്തെ വർണ്ണിക്കുന്നതാണ്, മഹത്വം അധികരിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഈ 1000ഓളം പേരുകളാണ് അള്ളാഹുവിനുള്ളത്. അതിൽ സ്പെഷ്യലായിട്ട് ഉലമാക്കൾ നമുക്ക് വ്യക്തമായി പറഞ്ഞു തന്നിട്ടുള്ളത് 99 പേരുകളാണ്. ഖുർആൻ പറയുന്നു, ഫദ്ഉഹു ബിഹാ,
ആ പേരുകൾ പറഞ്ഞിട്ട് നിങ്ങൾ ദുആ ചെയ്യുക, അല്ലെങ്കിൽ ആ പേരുകൾ പറഞ്ഞുകൊണ്ട് നിങ്ങൾ ദുആ ചെയ്യുക. അങ്ങനെ ദുആ ചെയ്താൽ ഇജാബത്ത്, ആ ദുആക്ക് ഉത്തരം നിർബന്ധമായി മാറുകയാണ്. അപ്പോൾ ഇത് വെറുതെ പറഞ്ഞാൽ പോരാ, പറയുമ്പോൾ നല്ല ആത്മാർത്ഥതയോടുകൂടി പറയണം. നല്ല ആത്മാർത്ഥതയോടുകൂടി ഈ ഓരോ ഇസ്മുകൾ, അതായത് അള്ളാഹുവിൻ്റെ ഓരോ പേരുകൾ പറയുമ്പോൾ ഇത് അള്ളാഹു സ്വീകരിക്കണം, ഇത് അള്ളാഹു കേൾക്കണം, എൻ്റെ മനസ്സിലുള്ള മുറാദുകൾ ഹാസിലാവണം, എൻ്റെ വിഷമങ്ങൾ പ്രയാസങ്ങൾ മാറണം, എൻ്റെ കടങ്ങൾ മാറണം, എൻ്റെ മക്കൾ സ്വാലിഹീങ്ങളാവണം, എൻ്റെ ബിസിനസ്സൊക്കെ നല്ലതുപോലെ നടക്കണം, എല്ലാത്തിലും ഉപരിയായി എൻ്റെ അവസാനം എൻ്റെ ആഖിബത്ത് നന്നാവണം. അങ്ങനെ ഒരുപാട് നല്ല ചിന്തകൾ ഓരോന്നും നമ്മുടെ മനസ്സിലേക്ക് വരണം. ഈ ഓരോ പേരുകൾ, അള്ളാഹുവിൻ്റെ ഓരോ പേരുകൾ നമ്മൾ പറയുമ്പോൾ ഇവിടെ 99 പേരുകളാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് പറയാം. ഈ 99 പേരുകൾ, ആ പേരുകളിൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള 2 പേരുണ്ടെന്നാണ്. ഒന്ന് റഹ്മാൻ എന്ന പേര്, 2 റഹീം എന്ന പേര്. അതുകൊണ്ട് തന്നെയാണ് സൂറത്തുൽ ഫാത്തിഹ, അല്ലേ, സൂറത്തുൽ ഫാത്തിഹയിൽ നമ്മൾ പറയാറുണ്ടല്ലോ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. തുടക്കം തന്നെ നമ്മൾ പറയുന്നു എന്താ? കരുണയുള്ള, കരുണാവാരിധിയായ, ഈ ലോകത്തു പരലോകത്തും ഒക്കെ ഗുണം ചെയ്യുന്ന റബ്ബേ, റഹ്മാൻ റഹീം. വീണ്ടും നമ്മൾ പറയുന്നു അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, കഴിഞ്ഞിട്ട് പറയുന്നു അർ റഹ്മാനിർ റഹീം. വീണ്ടും കരുണയുള്ള റബ്ബേ, കരുണാവാരിധിയായ രക്ഷിതാവേ. അപ്പോൾ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള പേര് ഈ റഹ്മാൻ റഹീം എന്ന പേരാണ്. ഈ പറയപ്പെടുന്ന എല്ലാ പേരുകളും അള്ളാഹുവിന് ഇഷ്ടമുള്ള പേരുകളാണ്. പിന്നെ ഈ 99 പേരുകളിൽ ഏതോ ഒരു പേര് എന്താണ്? ഇസ്മുൽ ആളമാണ്. ഇസ്മുൽ ആളം എന്ന് പറഞ്ഞാൽ ഏറ്റവും മഹത്വമുള്ള, ഏറ്റവും വലിയ, ഏറ്റവും അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള, ഏറ്റവും മഹത്വവൽക്കരിക്കുന്ന ഒരു പേര് ഈ 99 പേരുകളിൽ ഉണ്ട്. അതേത് പേരാണെന്ന് നമുക്ക് അറിയാൻ പാടില്ല, അത് വ്യക്തമായിട്ട് പറഞ്ഞു തന്നിട്ടില്ല. പല പേരുകളും പല ഇസ്മുകളും, അള്ളാഹുവിൻ്റെ പല ഇസ്മുകളും യാദൽ ജലാൽ വൽ ഇക്റാം എന്നുള്ളതൊക്കെ ഇസ്മുൽ ആളമാണെന്ന് പറയുന്നു. അള്ളാഹു ആലം. അപ്പോൾ ഏതാണെന്ന് നമുക്കറിയില്ലാത്തത് കൊണ്ട് ഈ 99 പേരും അത് മനപ്പാഠമാക്കലും അതെല്ലാ ദിവസവും നമ്മളിങ്ങനെ ആവർത്തിച്ച് ചൊല്ലലും നമ്മുടെ ജീവിതത്തിൻ്റെ വിജയത്തിന് ഏറ്റവും കൂടുതൽ നിദാനമാണ്. അത് വേണ്ടതാണ്. അതുകൊണ്ട് എൻ്റെ ഉമ്മമാർ, ഉപ്പമാർ, ഇതറിയാവുന്നവർ ആ മനസ്സിൽ ഏതൊക്കെ മോശത്തരങ്ങളുണ്ടോ അതൊക്കെ മാറ്റി വെച്ചിട്ട് ഈ ദിക്റുകൾ, അതായത് ഈ അള്ളാഹുവിൻ്റെ പേരുകൾ നമ്മളിങ്ങനെ പറയുമ്പോൾ നമ്മുടെ മനസ്സിലുള്ള വിഷമങ്ങൾ മാറുന്നു, നമ്മുടെ മനസ്സിലുള്ള മോശപ്പെട്ട ചിന്തകൾ മാറുകയാണ്. ഇത് അറിവില്ലാത്ത നമ്മുടെ മക്കളുണ്ടാകും, മരുമക്കളുണ്ടാകും, പേരക്കുട്ടികളുണ്ടാകും, പാട്ടക്കിടാങ്ങളുണ്ടാകും. അവരോടൊക്കെ വിളിച്ചിരുത്തിയിട്ട് അവരോടൊക്കെ പറഞ്ഞു കൊടുക്കുക ഈ ദിക്റുകൾ, ഈ സ്വലാത്തുകൾ അതേതൊക്കെയാണെന്ന് ഓരോന്നും നമ്മളിങ്ങനെ പറഞ്ഞു കൊടുത്താൽ വലിയ പ്രതിഫലമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്നത്. ഈ അസ്മാഉൽ ഹുസ്ന എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഈ അസ്മാഉൽ ഹുസ്ന പല രൂപത്തിൽ പറയാം. അള്ളാഹുവിൻ്റെ ഈ 99 പേരുകളും നമുക്ക് പല രൂപത്തിൽ പറയാം. ഒന്നാമത്തെ രൂപം യാ റഹ്മാനു യാ അല്ലാ എന്ന് പറയാം. അത് ഒന്നാമത്തെ രൂപമാണ്. യാ റഹ്മാനു യാ അല്ലാ, നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. യാ റഹ്മാനു യാ അല്ലാ, യാ റഹീമു യാ അല്ലാ, യാ മലിക്കു യാ അല്ലാ, യാ ഖുദ്ദൂസു യാ അല്ലാ. അതായത് അല്ലാ അല്ലാ എന്ന് ചേർത്ത് പറയുക. അള്ളാൻ്റെ ഒറിജിനൽ പേരെന്താണ്? പടച്ചോൻ്റെ ഒറിജിനൽ പേരെന്താ? അള്ളാ എന്നാണ്. അള്ളാഹുവിൻ്റെ, പടച്ചവൻ്റെ, നമ്മുടെ റബ്ബിൻ്റെ ഒറിജിനൽ പേര് അള്ളാ എന്നാണ്. പിന്നെ ബാക്കിയുള്ളതൊക്കെ അവൻ്റെ പേരുകളാണ്. അപ്പോൾ ഏത് പേര് പറഞ്ഞാലും അതിൻ്റെ കൂടെ അള്ളാ എന്ന് ചേർക്കണമെന്നാണ്. യാ റഹ്മാനു യാ അല്ലാ അങ്ങനെ പറയണം. അങ്ങനെ പറയാൻ പറ്റുന്നവർ അങ്ങനെ പറയുക. യാ റഹ്മാനു യാ അല്ലാ, യാ റഹീമു യാ അല്ലാ അങ്ങനെ പറയുക. അല്ലെങ്കിൽ മറ്റൊരു രൂപമുണ്ട്. അർ റഹ്മാനു ജല്ല ജലാലു, അർ റഹീമു ജല്ല ജലാലു, അൽ മലിക്കു ജല്ല ജലാലു, അൽ ഖുദ്ദൂസു ജല്ല ജലാലു. ജല്ല ജലാലു എന്ന് ചേർത്ത് പറയുക. അത് മറ്റൊരു രൂപമാണ്. അല്ലെങ്കിൽ മറ്റൊന്ന് നമ്മൾ സാധാരണ പറയാറുള്ളത് യാ റഹ്മാൻ, യാ റഹീം, യാ മലിക്, യാ ഖുദ്ദൂസ്, യാ സലാം, യാ മുഅ്മിൻ, യാ മുഹൈമിൻ. അങ്ങനെ അള്ളാഹ് വേറെ സിഫത്തുകളൊന്നും ചേർക്കാതെ ആ പേരുകൾ മാത്രം സെപ്പറേറ്റ് ആയിട്ട് പറയുക. അപ്പോൾ ഈ 3 രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്യാം? പറയാവുന്നതാണ്. അപ്പം എങ്ങനെ പറഞ്ഞാലും വലിയ പ്രതിഫലമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്നത്. ഒരൊറ്റ ഹദീസ് കൂടി പറയട്ടെ. ഈ അസ്മാഉൽ ഹുസ്ന, അള്ളാഹുവിൻ്റെ 99 നല്ല പേരുകൾ. അപ്പോൾ നമ്മൾ ഓർക്കും ഈ നല്ല പേരുകൾ എന്ന് പറയുമ്പോൾ അള്ളാഹുവിന് മോശപ്പെട്ട പേരുകളുണ്ടോ? ഇല്ല, അള്ളാഹുവിന് ഉള്ളതെല്ലാം നല്ല പേരുകളാണ്.
ആ നല്ല പേരുകൾ അസ്മാഉൽ ഹുസ്ന ഒരു മനുഷ്യൻ പറഞ്ഞാൽ അത് അവൻ മനഃപ്പാഠമാക്കിയാൽ അവനിക്ക് കിട്ടുന്ന പ്രതിഫലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്. മഹാനായ ഇമാം തിർമിദി തങ്ങൾ അവിടുത്തെ കിതാബിൽ കൊണ്ടുവരുന്ന ഒരു ഹദീസാണ്. എന്തെന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ സ്വഹാബാക്കളോട് പറഞ്ഞു കൊടുക്കുന്നു, സ്വഹാബത്തെ ഞാൻ നിങ്ങൾക്ക് അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം പറഞ്ഞു തരട്ടെ. സ്വഹാബിമാർ പറഞ്ഞു, നബിയെ പറഞ്ഞു തന്നാലും. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മലക്കിനെ സൃഷ്ടിച്ചിട്ടുണ്ട്. അല്ലാഹു തആല ഒരു മലക്കിനെ സൃഷ്ടിച്ചിട്ടുണ്ട്. ആ മലക്കിന് 1000 തലകളുണ്ടെന്ന. നമുക്കൊരു തലയാണുള്ളത്. ഇങ്ങനെ 1000 തലകളാണ് ആ ഒരു മലക്കിന് ഉള്ളത്. ആ 1000 തലകളിൽ, ആ 1000 തലകളുടെ മുന്നിൽ എന്തുണ്ട്? 1000 മുഖങ്ങളുണ്ട്. ഇപ്പോൾ എൻ്റെ ശരീരം, എൻ്റെ തല, ഒരു തല, അതിൽ ഒരു മുഖമാണ് എനിക്കുള്ളത്. എന്നാൽ ഈ മലക്കിന് ഒരു ശരീരം, ഒരു ഉടലും 1000 തലകളുണ്ട്. ആ 1000 തലകളിൽ എന്തുണ്ട്? 1000 മുഖങ്ങളുണ്ട്. 1000 മുഖം. ഒരു തലയിൽ 1000 മുഖം. ഒരു തലയിൽ എനിക്ക് ഒരു മുഖം, നിങ്ങൾക്കെല്ലാം നിങ്ങളുടെ തലയിൽ ഒരു മുഖമാണുള്ളത് എങ്കിൽ ഈ മലക്കിന് ഒരു തലയിൽ തന്നെ 1000 മുഖങ്ങളുണ്ട്. അപ്പോൾ എത്രയായി? 1,00,000 മുഖങ്ങളായി മൊത്തം. 1,00,000 മുഖങ്ങളായി. പിന്നെയോ എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീണ്ടും പറയുന്നു, ഓരോ മുഖത്തിലും 1000 വായകളുണ്ട്. ഓരോ മുഖത്തിലും 1000 വായകളുണ്ട്. എന്നിട്ട് വീണ്ടും പറയുന്നു, 1000 വായകളിൽ 1000 നാവുകളുണ്ട്. അതായത് ആ മലക്കിൻ്റെ വലിയ മഹത്വമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഹദീസിലൂടെ പറയുന്നത്. നമ്മൾക്ക് സങ്കല്പിക്കാൻ പോലുമാകാത്ത തരത്തിൽ വലിയ ഒരു മലക്കിനെ അല്ലാഹു തആല സൃഷ്ടിച്ചിട്ടുണ്ട്. ഈ മലക്കിൻ്റെ ജോലി എന്താ? ഒന്നുമില്ല. ആ ഉള്ള വായകൾ വെച്ച്, ആ മലക്കിനുള്ള നാവുകൾ വെച്ച് സദാസമയം സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, സുബ്ഹാനല്ലാഹ്, ഇതിങ്ങനെ ഈ ദിക്റുകൾ, തസ്ബീഹുകൾ ചൊല്ലലാണ് ഈ മലക്കിൻ്റെ ജോലി. വേറെ ഒരു ജോലിയുമില്ല. ഒരു ദിവസം ഈ മലക്ക് അള്ളാഹിനോട് ചോദിച്ചു, അല്ലാഹുവേ, എന്നെ സൃഷ്ടിച്ചത് മുതൽ ഞാൻ എത്രയോ പ്രാവശ്യം, കോടിക്കണക്കിന് പ്രാവശ്യം ഞാൻ ഈ തസ്ബീഹുകൾ, ദിക്റുകൾ പറയുന്നുണ്ട്. ലോകത്ത് എന്നേക്കാൾ ശ്രേഷ്ഠമുള്ള ഒരാളെയും നീ സൃഷ്ടിച്ചിട്ടില്ലല്ലോ എന്ന് അള്ളാഹുവിനോട് ആ മലക്ക് ചോദിച്ചപ്പോൾ അള്ളാഹു പറഞ്ഞു, സൃഷ്ടിച്ചിട്ടുണ്ട്. ആരെയാണ് റബ്ബേ? അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞുവെന്നാൽ, ഇനി വർഷങ്ങൾ കഴിയുമ്പോൾ ഒരു പ്രവാചകർ വരും. ആ പ്രവാചകരുടെ പേര് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമുദായത്തിൽപ്പെട്ട ഒരു മനുഷ്യൻ, അതായത് ഞാൻ ഈ പറയുന്ന ഞാനും നീ കേൾക്കുന്ന നമ്മളെല്ലാവരും, നമ്മൾ എന്ത് പറയുന്നു? അള്ളാഹ് പറയുക, എൻ്റെ 99 പേര് അസ്മാഉൽ ഹുസ്ന ഒരു മനുഷ്യൻ, ആ സമുദായത്തിൽപ്പെട്ട ഒരു മനുഷ്യൻ അവൻ മനഃപ്പാഠമാക്കുകയും അത് എല്ലാ ദിവസവും ഇങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കുകയും ചെയ്താൽ, എന്നിട്ട് വീണ്ടും പറയുന്നു, അവൻ സുബഹി നമസ്കാരത്തിന് ശേഷം 10 പ്രാവശ്യം ഓരോ പേരും 10 പ്രാവശ്യം വെച്ച് പറഞ്ഞാൽ നിന്നേക്കാൾ നിന്റെ ഇരട്ടി തസ്ബീഹ് ചൊല്ലിയ പ്രതിഫലം അവനിക്ക് ഞാൻ കൊടുക്കുമെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പറഞ്ഞു തരുകയാണ്. അള്ളാഹു ആ മലക്കിനോട് പറഞ്ഞുവെന്നാൽ. അപ്പോൾ വലിയ ശ്രേഷ്ഠതയാണ് ഈ അസ്മാഉൽ ഹുസ്ന പറഞ്ഞാൽ നമുക്ക് ദുനിയാവിലും നാളെ ആഖിറത്തിലും കിട്ടാനുള്ളത്. അല്ലേ? എത്രയോ പറഞ്ഞാൽ തീരില്ല. ഒരുപാടുണ്ട്. ഇനിയും ഒരുപാട് ഹദീസുകളുണ്ട് ഇതിൻ്റെ ശ്രേഷ്ഠത പറയുന്നത്, ഒരുപാട്. അപ്പോൾ ഓരോ പേരിനും, അള്ളാഹുവിൻ്റെ 99 പേരിൽ ഓരോ പേരിനും ഓരോരോ ശ്രേഷ്ഠതകളാണ്. യാ ഖവിയ്യു യാ അല്ലാ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് ആരോഗ്യമുണ്ടാകുമെന്നാണ്. യാ ലത്തീഫു യാ അല്ലാ എന്ന് പറഞ്ഞാൽ നമ്മുടെ കടങ്ങളൊക്കെ മാറുമെന്നാണ്. അങ്ങനെ ഓരോ പേരിനും ഓരോ ശ്രേഷ്ഠതകളുണ്ട്. അത് ഇൻഷാ അല്ലാഹ് നമുക്ക് മറ്റൊരിക്കൽ പറയാം. അപ്പോൾ അല്ലാഹു തആല ഇവിടെ പറഞ്ഞത് ഈ 99 പേരുകൾ മനഃപ്പാഠമാക്കിയിട്ട് സുബഹി നമസ്കാരത്തിന് ശേഷം ഓരോ പേരുകളും 10 പ്രാവശ്യം വെച്ച് പറയുന്ന മനുഷ്യൻ ആ മലക്കിനേക്കാൾ ശ്രേഷ്ഠവാനാണെന്നാൽ 10 പ്രാവശ്യം പറയാൻ പറ്റിയില്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒരു ദിവസം നമ്മൾ എന്ത് ചെയ്യുക? ഒരാവർത്തിയെങ്കിലും ഈ 99 പേരുകൾ പറഞ്ഞാൽ വലിയ ശ്രേഷ്ഠതയാണ്, വലിയ പ്രതിഫലമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്നത്. ഞാൻ ആ 99 പേരുകളൊന്ന് പറയാം, നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. അപ്പോൾ ആ പേരുകൾ പറയുമ്പോൾ അതെല്ലാവരും ഏറ്റു പറയുക. മനഃപ്പാഠമില്ലാത്തവർ അത് ഇന്ന് തന്നെ മനഃപ്പാഠമാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു പേര് ഓരോ ദിവസം ഒരു പേര് പഠിക്കുക, അല്ലെങ്കിൽ ഒരു ദിവസം ഒരു 5 പേര് വെച്ച് നമുക്ക് പഠിക്കാം. നമ്മൾ എത്രയോ കാര്യങ്ങൾ മനഃപ്പാഠമാക്കുന്നു. ഈ അള്ളാഹുവിൻ്റെ 99 പേരുകൾ നമുക്ക് മനഃപ്പാഠമില്ല എന്ന് മറ്റുള്ളവർ അറിയുന്നു പറഞ്ഞാൽ ആർക്കും ഒന്നും പറയാനില്ല.
പക്ഷേ മുഅ്മിനീങ്ങളായ ആളുകളുടെ ഇടയിൽ അതൊരു നാണക്കേടാണ്. ഫാത്തിഹ അറിയാൻ പാടില്ല എന്ന് പറഞ്ഞാൽ മറ്റു പൊതുജനങ്ങൾക്കിടയിൽ അവനിക്കൊന്നുമില്ല. പക്ഷേ ഒരു മുഅ്മിനീങ്ങൾ കൂടുമ്പോൾ ഫാത്തിഹ അറിയില്ല എന്ന് പറഞ്ഞാൽ അതൊരു നാണക്കേടല്ലേ? അള്ളാഹുവിൻ്റെ അടുക്കൽ ചെല്ലുമ്പോൾ നമുക്കൊരു നാണക്കേടാകും. എന്ത്? നമ്മൾ ഇത്രമാത്രം സൃഷ്ടിച്ച് സംരക്ഷിച്ച് പരിപാലിക്കുന്ന അള്ളാഹിൻ്റെ പേര് പോലും അറിയില്ല എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ 99 പേരുകൾ നമ്മൾ മനഃപ്പാടമാക്കുക. മനഃപ്പാടമാക്കിയില്ലെങ്കിൽ തന്നെ എല്ലാ ദിവസവും അത് നോക്കി ഇങ്ങനെ ചൊല്ലിയാൽ തന്നെ നമുക്ക് വലിയ പ്രതിഫലമാണ്. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം, അത് നിങ്ങൾ നോക്കി ഓതുക, അല്ലെങ്കിൽ നിങ്ങൾ എഴുതിയെടുത്തോ സ്ക്രീൻഷോട്ട് എടുത്തോ എങ്ങനെയാണെങ്കിലും നിങ്ങൾക്ക് ഓതാവുന്നതാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അല്ലാഹ് യാ റഹ്മാൻ യാ റഹീം യാ മലിക് യാ ഖുദ്ദൂസ് യാ സലാം യാ മുഅ്മിൻ യാ മുഹൈമിൻ യാ അസീസ് യാ ജബ്ബാർ യാ മുതകബ്ബിർ യാ ഖാലിഖ് യാ ബാരി യാ മുസവ്വിർ യാ ഗഫാർ യാ ഖഹ്ഹാർ യാ വഹ്ഹാബ് യാ റസ്സാഖ് യാ ഫത്താഹ് യാ അലീം യാ ഖാബിദ് യാ ബാസിത്ത് യാ ഹാഫിദ് യാ റാഫിഅ് യാ മുഇസ്സ് യാ മുദില്ല് യാ സമീഅ് യാ ബസീർ യാ ഹകം യാ അദ്ൽ യാ ലത്തീഫ് യാ ഖബീർ യാ ഹലീം യാ അലീം യാ ഗഫൂർ യാ ശകൂർ യാ അലി യാ കബീർ യാ ഹഫീദ് യാ മുഖീത്ത് യാ ഹസീബ് യാ ജലീൽ യാ കരീം യാ റഖീബ് യാ മുജീബ് യാ വാസിഅ് യാ ഹകീം യാ വദൂദ് യാ മജീദ് യാ ബാഇസ് യാ ഷഹീദ് യാ ഹഖ് യാ വകീൽ യാ ഖവിയ്യ് യാ മതീൻ യാ വലിയ്യ് യാ ഹമീദ് യാ മുഹ്സി യാ മുബ്ദിഅ് യാ മുഈദ് യാ മുഹീ യാ മുമീത്ത് യാ ഹയ്യ് യാ ഖയ്യൂം യാ വാജിദ് യാ മാജിദ് യാ വാഹിദ് യാ അഹദ് യാ സ്വമദ് യാ ഖാദിർ യാ മുഖ്തദിർ യാ മുഖദ്ദിം യാ മുഅഖിർ യാ അവ്വൽ യാ ആഖിർ യാ ളാഹിർ യാ ബാത്തിൻ യാ വാലി യാ മുതആലി യാ ബർ യാ തവ്വാബ് യാ മുൻതഖിം യാ അഫൂ യാ റഊഫ് യാ മാലിക്കൽ മുൽക്ക് ദുൽ ജലാലി വൽ ഇക്റാം യാ മുഖ്സിത്ത് യാ ജാമിഅ് യാ ഗനി യാ മുഗ്നി യാ മാനിഅ് യാ ളാർ യാ നാഫിഅ് യാ നൂർ യാ ഹാദി യാ ബദീഅ് യാ ബാഖി യാ വാരിസ് യാ റഷീദ് യാ സബൂർ
അല്ലദീ ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ് എന്ന അവസാനം പറയൽ സുന്നത്താണ്, പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഈ 99 പേരുകൾ ഞാനൊക്കെ നോക്കിയാണ് ആദ്യം ഓതിയത്. ഒരു ചെറിയൊരു കിതാബിൽ ഇത് എഴുതി വെച്ചിട്ടുണ്ട്. എല്ലാ ദിവസവും വെറുതെ ഇങ്ങനെ ഓതി നോക്കും. അങ്ങനെ ഒരു ദിവസം വെറുതെ അത് മടക്കി വെച്ചിട്ട് ഓതിയപ്പോൾ തനിയെ മനഃപ്പാടമായതാണ്. അപ്പോൾ എല്ലാ ദിവസവും നമ്മളിങ്ങനെ തക്റാർ, ആവർത്തനമുണ്ടെങ്കിൽ ഡെയിലി പ്രാക്ടീസ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. പല കുട്ടികളോടും ചോദിച്ചു എങ്ങനെ സംഭവിച്ചു, ഞാൻ ഡെയിലി പ്രാക്ടീസ് എന്നതുപോലെ ഡെയിലി പ്രാക്ടീസ് ആയിട്ട് നമുക്കിതൊക്കെ അല്ലേ നാളെ ആഖിറത്തിലേക്ക് ഉണ്ടാകും. അതുകൊണ്ട് ഇതൊക്കെ എല്ലാ ദിവസവും ഇങ്ങനെ പറഞ്ഞാൽ, നമ്മൾ നോക്കി പറഞ്ഞാൽ മതി, നമുക്ക് മനഃപ്പാടമായി കൊള്ളും. നമ്മുടെ മക്കൾക്ക് വലിയ ഓർമ്മശക്തി നിലനിൽക്കാൻ, ഓർമ്മശക്തി ഉണ്ടാവൽ മാത്രമല്ല അത് നിലനിൽക്കണം. ആ നിലനിൽക്കാൻ ഈ പേരുകൾ പഠിച്ചാൽ വലിയ കാരണമാകും. പരിശുദ്ധമായ അസ്മാഉൽ ഹുസ്ന, അള്ളാഹുവിന്റെ 99 പേരുകൾ. ആ 99 പേരുകൾ ഒരു മനുഷ്യൻ ഒരു ദിവസം പറഞ്ഞാൽ അവനിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ദിവസം വലിയ കാവൽ നൽകുമെന്നാണ്. മാത്രമല്ല നമുക്കൊക്കെ ഒരുപാട് പ്രയാസങ്ങൾ, പ്രശ്നങ്ങളുണ്ട്. എല്ലാ പ്രയാസങ്ങളും പ്രശ്നങ്ങളും രോഗങ്ങളും അല്ലാഹു മാറ്റും. ഇത് ചൊല്ലുന്ന സമയത്ത് വുളൂ വേണം എന്നൊന്നും ഒരു നിർബന്ധവുമില്ല. വുളൂ ഇല്ലാത്ത ആളുകൾക്ക് ചെല്ലാം, ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും, അതുപോലെ നമസ്കാരമില്ലാത്ത മെൻസസ് ഉള്ള ഉമ്മമാർക്കും ചെല്ലാം. എല്ലാവർക്കും ഏത് സമയത്തും ചൊല്ലാവുന്ന പേരുകൾ ഒരുപാട് വട്ടം പറയുക. നമ്മുടെ പ്രയാസങ്ങള്, നമ്മുടെ രോഗങ്ങള്, കടങ്ങളൊക്കെ മാറാൻ വലിയ കാവൽ നൽകുന്ന, കടങ്ങളൊക്കെ മാറാൻ വേഗത്തിൽ കടങ്ങൾ വീട്ടാനുള്ള വലിയ തൗഫീക്ക് കിട്ടുന്ന, വലിയ പ്രതിഫലം കിട്ടുന്ന പേരുകളാണ് അള്ളാഹുവിന്റെ അസ്മാഉൽ ഹുസ്ന. അത് 99 മനഃപ്പാടമാക്കുക, നമ്മുടെ മക്കളെ കൊണ്ട് പഠിപ്പിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പേരുകൾ പറയുവാനും ആ പേരുകൾ പറയുമ്പോൾ കിട്ടുന്ന പ്രതിഫലങ്ങൾ എന്താണോ അത് മുഴുവൻ കരസ്ഥമാക്കുവാനും അല്ലാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ.